ഹലോ, വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, അഥവാ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. ആ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. മിശ്രിതങ്ങൾ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിശ്രിതങ്ങളെ പറ്റിയിട്ടാണ്. എന്താണ് മിശ്രിതങ്ങൾ അഥവാ മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ മിശ്രിതങ്ങൾ, മിക്സ്ചേഴ്സ് എന്നൊക്കെ? അത് എന്താണ് സംഭവം? നോക്കി, ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്? മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസസ്. ഓക്കെ, അതായത് ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മിശ്രിതത്തിന് ഉദാഹരണം പറയാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മിശ്രിതമായിരിക്കും പറയാം? നമുക്കെല്ലാവർക്കും എളുപ്പം കിട്ടുന്നൊരു മിശ്രിതം ഏതാ? ചായ അല്ലേ? ഓക്കെ, ചായ ഒരു മിശ്രിത എന്ന് പറയാനുള്ള കാരണം എന്താ? അത് ഒരുപാട് സബ്സ്റ്റൻസ് ചേർന്നിട്ടുണ്ട്, ഒന്നിലധികം സബ്സ്റ്റൻസ് അതിൽ ചേർന്നിട്ടുണ്ട്. എന്തൊക്കെ ചേർന്നിട്ടുണ്ട്? ചായപ്പൊടിയുണ്ട്, വെള്ളമുണ്ട്, പഞ്ചസാരയുണ്ട്, ഇല്ലേ? അപ്പോൾ മോർ ദാൻ വൺ സബ്സ്റ്റൻസ്, അതായത് ഒന്നിലധികം സബ്സ്റ്റൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ചായ അഥവാ ടീ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് നമ്മളൊരു മിക്സ്ചറാണ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കി, ഓരോ മിശ്രിതത്തിൻ്റെ പേരും ഘടക പദാർത്ഥങ്ങളും പട്ടികയിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ, അതായത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ ഇത്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു ടേബിൾ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. എന്നിട്ട് അതിൽ ഓരോ മിശ്രിതത്തിൻ്റെ പേര് അവിടെ എഴുതണം. ആ മിശ്രിതത്തിലുള്ള കമ്പോണൻസ് അപ്പുറത്തെ ടേബിളിലും എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം എഴുതിയിരിക്കുന്ന മിശ്രിതം നാരങ്ങ വെള്ളമാണ്, ലൈം ജ്യൂസ്. ലൈം ജ്യൂസിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടാവും? നാരങ്ങ വെള്ളത്തിൽ നാരങ്ങ നീരും വെള്ളവും പഞ്ചസാരയും, അല്ലേ? ലൈമ്, ഷുഗർ, വാട്ടർ. ദെൻ ഉപ്പുവെള്ളം, സോൾട്ട് വാട്ടറിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടാവും? സോൾട്ടും വാട്ടറും. പഞ്ചസാര ലായനി എന്ന് പറയുമ്പോൾ ഷുഗർ സൊല്യൂഷൻ, അതിലെന്തൊക്കെ കമ്പോണൻസ് ഉണ്ടാവും? ഷുഗറും വാട്ടറും. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് സൊല്യൂഷൻ, പൊട്ടാസ്യം പെർമാഗ്നേറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? പൊട്ടാസ്യം പെർമാഗ്നേറ്റും വാട്ടറും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നത്. ഇനി നെക്സ്റ്റ് നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. നിങ്ങൾ തയ്യാറാക്കിയ മിശ്രിതങ്ങളിൽ ഉപയോഗിച്ച എല്ലാ ഘടക പദാർത്ഥങ്ങളും ഒരേ അവസ്ഥയിലുള്ളവയാണോ? ഇപ്പം നമ്മൾ ഒരുപാട് മിശ്രിതം ഉണ്ടാക്കിയില്ലേ? നമ്മൾ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കി, ഇവിടെ നോക്കി നിങ്ങൾ, ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കി, പിന്നെ സോൾട്ട് വാട്ടർ ഉണ്ടാക്കി നമ്മൾ, പിന്നെ ലൈം ജ്യൂസ് ഉണ്ടാക്കി. ഒരുപാട് മിശ്രിതങ്ങൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തു. അതിലെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നും നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിശ്രിതങ്ങളിൽ ഉപയോഗിച്ച എല്ലാ ഘടക പദാർത്ഥങ്ങളും ഒരേ അവസ്ഥയിലുള്ളവയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷുഗറും വാട്ടറുമാണ് എടുത്തത്. ഈ ഷുഗർ എന്ന് പറയണതും വാട്ടർ എന്ന് പറയണതും ഒരേ സ്റ്റേറ്റിലുള്ളതാണോ? ഒരേ അവസ്ഥയാണോ? നോ, അല്ലല്ലോ. ഷുഗർ എന്ന് പറയുമ്പോൾ അതെന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. വാട്ടർ എന്ന് പറയുമ്പോൾ അതെന്ത് സ്റ്റേറ്റാണ്? വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, അല്ലേ? ഷുഗർ സോളിഡ് സ്റ്റേറ്റ് ആണ്, വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, അല്ലേ? അത് മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം നിങ്ങൾ? ആൻസർ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡു ഓൾ ദി ഇൻഗ്രീഡിയൻസ് ഇൻ ദ മിക്സ്ചർ യു ഹാവ് പ്രിപ്പയർഡ് ബിലോങ് ടു ദി സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അപ്പോൾ എന്താ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുക? നോ, ദി ബിലോങ് ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അല്ലേ? വ്യത്യസ്ത അവസ്ഥകളിലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾ ഏതെല്ലാമാണ്? വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് എ സോളിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്. അതായത് ഒരു മിശ്രിതം നമ്മൾ എടുക്കുമ്പോൾ ആ മിശ്രിതത്തിൽ ഏതൊക്കെ മിശ്രിതങ്ങളിലാണ് ഖരവസ്തു അലിഞ്ഞു ചേരുക? ദ്രാവകത്തിലെ ഖരവസ്തു അലിഞ്ഞു ചേരുന്ന മിശ്രിതങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദ്രാവകം എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം, വെള്ളം, പഞ്ചസാര, മണ്ണെണ്ണ, അതൊക്കെയാണ് ദ്രാവകം, അല്ലേ? ഇനി അതുപോലെ തന്നെ നമ്മുടെ
ഖരവസ്തു എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഖരവസ്തു വരിക? ഖരവസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ചേർക്കുന്ന പഞ്ചസാര, ഉപ്പ്, അതൊക്കെയാണ് ഇവിടെ ഖരവസ്തുവായിട്ട് വരിക അല്ലേ? അപ്പോൾ ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേരുന്ന മിശ്രിതങ്ങൾ ഏതെല്ലാം ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എഴുതിക്കൂടെ? സോൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം, ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, പിന്നെ സോൾട്ട് ഷുഗർ സൊല്യൂഷൻ. ഇതൊക്കെയാണ് മിക്സ്ചേഴ്സ് ഇൻ വിച്ച് എ സോളിഡ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്. നെക്സ്റ്റ്, രണ്ട് ഖരവസ്തുക്കൾ ചേർന്ന മിശ്രിതങ്ങൾ. ആർ ദിയർ എനി മിക്സ്ചർ ഓഫ് ടു സോളിഡ്സ്? രണ്ട് ഖരവസ്തുക്കൾ ചേർന്ന മിശ്രിതങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളല്ലേ? എന്താണ്? ബംഗൾ ഗ്രാമും പാഡി മിക്സ്ചറും. കടലയും നെല്ലും നമ്മളെടുത്തു. ഈ കടലയും നെല്ലും കൂടി നമ്മളാണ് കലർത്തി. അപ്പോൾ എന്താണ്? അതിൽ കടല എന്ന് പറയുന്നതും ഒരു ഖരവസ്തുവാണ്, നെല്ല് എന്ന് പറയുന്നതും ഒരു ഖരവസ്തുവാണ്. ഈ രണ്ട് ഖരവസ്തുക്കൾ കൂടി ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ മിശ്രിതമാണ് ഇവിടെ ഏത്? ബംഗൾ ഗ്രാം പാഡി മിക്സ്ചർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേരുന്ന മിശ്രിതങ്ങൾ ഏതെല്ലാമാണ്? വിച്ച് ആർ ദി മിക്സ്ചർ വിത്ത് മോർ ദാൻ വൺ സോളിഡ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്? പൊട്ടാസ്യം പെർമാഗ്നേറ്റും സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് നമ്മൾ എന്തിനെ പറ്റിയിട്ടായിരുന്നു? മിക്സ്ചേഴ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് മിക്സ്ചർ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? കുറേ മിക്സ്ചറുകളുടെ പേര് നമ്മൾ പഠിച്ചു. സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് സൊല്യൂഷൻ, അങ്ങനെ കുറേ സൊല്യൂഷൻസിൻ്റെ പേര് നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു ഒരേ രണ്ട് ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്ന സൊല്യൂഷൻസ് ഏതാണ് നമ്മൾ പഠിച്ചു. രണ്ട് ഖരവസ്തുക്കൾ അലിഞ്ഞു ചേരുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻ ഏതാണെന്ന് പഠിച്ചു ഇല്ലേ? മിക്സ്ചർ ഏതാ എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് മിക്സ്ചേഴ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഞാൻ സൊല്യൂഷൻ എന്നാണ് അല്ലേ പറഞ്ഞത്. മിക്സ്ചേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ്. എന്താ സൊല്യൂഷൻ? സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലായിനി. എന്താണ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലായിനികൾ. ഒരു പദാർത്ഥം മറ്റൊന്നിൽ ലയിച്ചു ചേർന്നിട്ടുള്ള മിശ്രിതങ്ങളെയാണ് ലായിനികൾ എന്ന് പറയുന്നത്. ഒരു പദാർത്ഥം മറ്റൊന്നിൽ ലയിച്ചു ചേർന്നിട്ടുള്ള മിശ്രിതങ്ങളാണ് ലായിനികൾ. മിക്സ്ചേഴ്സ് ഇൻ വിച്ച് വൺ സബ്സ്റ്റൻസസ് ഡിസോൾവ്സ് ഇൻ അനദർ സൊല്യൂഷൻസ്. മനസ്സിലായോ? അനദർ ആർ സൊല്യൂഷൻസ്. അതായത് ഒരു പദാർത്ഥം മറ്റൊന്നിൽ ലയിച്ചു ചേരുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തു പറയാം? മിശ്രിതം എന്ന് പറയാം അല്ലേ? അത്തരം മിശ്രിതങ്ങളെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ലായിനി. അപ്പോൾ ഈ ലായിനി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണ് ലീനം, എന്താണ് ലായകം? ഈ സോള്യൂട്ടും സോൾവൻറ്റും. ഈ സോള്യൂട്ടും സോൾവൻറ്റും ഇല്ലാതെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല? സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സൊല്യൂട്ട്, ലീനം എന്ന് പറയുമ്പോൾ എന്താ? ലയിച്ചു ചേരുന്ന പദാർത്ഥം, അതിനെയാണ് നമ്മൾ ലീനം അഥവാ സൊല്യൂട്ട് എന്ന് പറയാം. ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ ദ സൊല്യൂട്ട്. ഇനി എന്താണ് സോൾവൻറ്റ്, ലായകം എന്ന് പറയുമ്പോൾ? ഏതിലാണോ ലയിക്കുന്നത് ആ പദാർത്ഥമാണ് ലായകം. ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഈസ് ഡിസോൾവ്ഡ് ഈസ് ദി സോൾവൻറ്റ്. ഇനി ഇവിടെ സോൾവൻറ്റും സൊല്യൂട്ടും കൂടി ചേർന്ന, ഈ രണ്ടും കൂടി ചേർന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സൊല്യൂഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അധികം ലെങ്ത് ഉള്ളൊരു ക്ലാസ്സല്ല, വളരെ ചെറിയൊരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം കുറേ നമ്മളിതിൽ വലിച്ചു നീട്ടിയിട്ട് കാര്യങ്ങൾ പറയണില്ല. വളരെ ചെറിയൊരു ക്ലാസ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്സ്ചേഴ്സിലെയും അതുപോലെ തന്നെ നമ്മുടെ സൊല്യൂഷൻസിലെയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.